പ്രത്യേകം നമുക്കറിയാം. അതേ റമദാൻ മാസമായി കഴിഞ്ഞാൽ നോമ്പിനെ കുറിച്ചാണ് നബാത്തി ഖുത്ബയിലെ ചർച്ച. അതുപോലെ തന്നെ മുഹറം മാസമായി കഴിഞ്ഞാൽ മുഹറത്തിലെ നോമ്പിനെ കുറിച്ചാണ് ചർച്ച. വിശുദ്ധമായ ദുൽഹജ്ജ് മാസം എത്തിക്കഴിഞ്ഞാൽ ഹജ്ജുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചർച്ച. ആ നിലക്ക് റബീഉൽ അവ്വൽ മാസമായാൽ നമ്മുടെ നാട്ടിലെ സാഹചര്യം അനുസരിച്ചുകൊണ്ട് എന്താ ഖുത്ബയിൽ പറയേണ്ടത്? ജന്മദിനത്തെ കുറിച്ചല്ലേ, അതിന്റെ ആഘോഷത്തെ കുറിച്ചല്ലേ, ആ ആഘോഷത്തിന്റെ രൂപങ്ങളെ കുറിച്ചല്ലേ? എന്നാൽ അന്നത്തെ ദിവസം നബാത്തി ഖുത്ബ, റബീഉൽ അവ്വലിലെ ഒന്നാമത്തെ വെള്ളിയാഴ്ചയിലെ ഖുത്ബ, ആ ഖുത്ബയിൽ ജനങ്ങളോട് പറയുന്നത് എന്താണെന്നറിയുമോ? അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്, ജനങ്ങളെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചോ, പടച്ച തമ്പുരാനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിച്ചോളൂ എന്ന് പറഞ്ഞ ഉടൻ തന്നെ പറയുന്നു, ഇന്നഹു ലൈസ അഹദുൻ അക്രമ അലല്ലാഹി മിൻ നബിഹി, തീർച്ചയായും അല്ലാഹുവിന്റെ അടുക്കൽ മുഹമ്മദ് നബിയേക്കാൾ ആദരണീയനായ മറ്റാരും തന്നെ ഇല്ല. വലാ അശ്റഫ ഇൻദഹു മിൻ മുഹമ്മദിൻ നജീഹി വസഫീഹി, അല്ലാഹുവിന്റെ അടുക്കൽ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടവനായി മുഹമ്മദ് നബിയേക്കാൾ മറ്റാരും തന്നെയില്ല. പക്ഷേ എന്നാൽ തന്നെയും വഇന്നഹു ലം യുഅഖറ ഇൻദ ഇൻഖിലാഇ മുദ്ദതിഹി, അദ്ദേഹത്തിന്റെ സമയമെത്തിയപ്പോൾ, ആയുസ് തീർന്നപ്പോൾ അവധി നീട്ടിക്കിട്ടിയില്ല കേട്ടോ. വലം യുഅമ്മിർ ഇൻദ ഹുദൂരി നഇയതിഹി, പ്രവാചകന്റെ സമയം തീർന്നപ്പോ ആയിഷ റസൂലുള്ളാഹിക്ക് നീട്ടിക്കിട്ടിയില്ല കേട്ടോ എന്ന് പറഞ്ഞ ഉടൻ തന്നെ റബീഉൽ അവ്വൽ മാസത്തിലെ ഒന്നാമത്തെ വെള്ളിയാഴ്ച മിമ്പറിൽ നിന്നുകൊണ്ട് ഖത്തീബ് വിളിച്ചു പറയുന്നു ജനങ്ങളോട്. എന്താ പറയുന്നത്? ഏ ജനങ്ങളെ, വലഖദ് അതാഹു ഫീ മിഥ്ലി ശഹരികും ഹാദാ മിർ റുസുലി റബ്ബിഹിൽ കിറാം, ഇതുപോലെയുള്ളൊരു റബീഉൽ അവ്വൽ മാസത്തിലാണ് ആദരണീയനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ദൈവദൂതന്മാരെ സമീപിച്ചത്. ഏത് ദൈവദൂതന്മാര്? അൽ മുവക്കലീന ബിഖബ്ലി നുഫൂസിൽ അനാം, മനുഷ്യരുടെ റൂഹിനെ പിടിക്കാൻ ഏൽപ്പിക്കപ്പെട്ട മരണത്തിന്റെ ദൂതന്മാര് പ്രവാചകനെ സമീപിച്ചത് ഫീ മിഥ്ലി ശഹരികും ഹാദാ, നിങ്ങൾ ഈ നിലകൊള്ളുന്ന റബീഉൽ അവ്വൽ മാസം പോലത്തൊരു മാസത്തിലാണ്. ഫജദ്ദൂ ബിറൂഹിഹി സകിയ്യതി ലിയുറഖിലുഹാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആത്മാവിനെ പിടിക്കാൻ ഈ റബീഉൽ അവ്വൽ മാസത്തിൽ അവർ ശ്രമം ആരംഭിച്ചു. വഅലജൂഹാ ലിയുറഹിലുഹാ ഇലാ റഹ്മത്തിൻ വറിദ്വാൻ, അല്ലാഹുവിന്റെ അനുഗ്രഹത്തിലേക്കും പൊരുത്തത്തിലേക്കും ആ ആത്മാവിനെ നീക്കിക്കൊണ്ടുപോകാനുള്ള പ്രവർത്തനം ആരംഭിച്ചു. വഖൈറാത്തിൻ ഹിസാൻ, നന്മകളിലേക്കും ഉത്കർഷങ്ങളിലേക്കും ആ ആത്മാവിനെ നീട്ടിക്കൊണ്ടുപോകാൻ. അതേ മരണത്തിന്റെ മലക്കുകൾ വന്നുകൊണ്ട് പ്രവാചകന്റെ ആത്മാവിനെ പിടിച്ച മാസമാണിത് കേട്ടോ. പിന്നെ പറയുന്ന രംഗം എന്താണെന്നറിയോ? റസൂലുള്ളാഹിന്റെ വഫാത്തിന്റെ രംഗമാണ്. ആ മലക്കുകൾ റസൂലുള്ളാഹിന്റെ റൂഹിനെ പിടിച്ചപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേദന സഹിക്കാൻ കഴിഞ്ഞില്ല. പ്രവാചകൻ വേദന കടിച്ചിറക്കാൻ തുടങ്ങി. പ്രവാചകൻ തേങ്ങിക്കൊണ്ടിരുന്നു, പ്രവാചകൻ വിഷമിച്ചുകൊണ്ടിരുന്നു. പ്രവാചകന്റെ കാലുകൾ നീട്ടാനും ചുരുക്കാനും തുടങ്ങി. വാരിക്കലി ഹൗലി മസ്റഹി ജബീനുഹു, വീഴ്ചയുടെ ഭീകരതയാൽ പ്രവാചകന്റെ നെറ്റിത്തടം വീർത്തുപോയി. കണ്ടുനിന്നവര് പൊട്ടിക്കരഞ്ഞുകൊണ്ടിരുന്നു. റസൂലുള്ളാഹിന്റെ മരണത്തിന്റെ അവസ്ഥ കണ്ടവര് പൊട്ടിക്കരഞ്ഞുകൊണ്ടിരുന്നു. ഈ ദുരിതം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഏറ്റെടുക്കാൻ കാണികളെല്ലാം തയ്യാറായി. പക്ഷേ ഫലം യദ്ഫഇൽ ജസ അൻഹു മഖ്ദൂറാ, ആ പൊറുതിക്കോട് കേടുകൊണ്ടൊന്നും അല്ലാഹുവിന്റെ വിധിയെ തടുക്കാനായില്ല. വലാ റാഖബൽ മലകു ഫീഹി അഹ്ലൻ വലാ അശീറാ, തന്റെ കുടുംബത്തെയോ സമുദായത്തെയോ മലക്കുകൾ കണക്കിലെടുത്തതുപോലുമില്ല. ബലിംതസല മാ കാന ബിഹി മഅ്മൂറാ, അല്ലാഹു എന്താണോ മലക്കുകളോട് കൽപ്പിച്ചത് ആ ദൗത്യം ആ മലക്കുകൾ നിർവഹിക്കുക തന്നെ ചെയ്തു. എവിടെയാ ഇത് പറയുന്നത്? റബീഉൽ അവ്വൽ മാസം ഒന്നാമത്തെ വെള്ളിയാഴ്ച നമ്മുടെ നാട്ടിലെ പള്ളിയിലെ ഖത്തീബ് മിമ്പറിലേക്ക് കയറിയിട്ട് പറയാണ്, അയ്യുഹന്നാസ്, ജനങ്ങളെ, നിങ്ങളുടെ പുന്നാര നബി വഫാത്തായ മാസമാണ് കേട്ടോ ഇത്.
എന്നിട്ട് ആ രംഗം വിശദീകരിക്കുന്നു. എന്നിട്ട് മുന്നിലിരിക്കുന്ന കൗമിനെ ഉസ്താദ് വിളിക്കാണ്. ഏത് കൗമിനെ മുന്നിലിറക്കുന്നു? ഇരിക്കുന്ന കൗമുണ്ടല്ലോ, ആ കൗമിനെ ഉസ്താദ് വിളിക്കുകയാണ്. എങ്ങനെയാ വിളിക്കുന്നത്? ഫയാ ഖലഫ മൻ ഖദ് ദഫറു, നശിച്ചവരുടെ പിൻഗാമികളെ, നശിച്ചവരുടെ പിൻഗാമികളെ. വയാ ബഖിയതി മൻ നബർ, കഴിഞ്ഞുപോയവരുടെ ശിഷ്ടമേ. വയാ ഉസറാ അൽ ഹവാ, തന്നിഷ്ടത്തിന്റെ അടിമകളെ, ഹവയുടെ അടിമകളെ, തന്നിഷ്ടത്തിന്റെ അടിമകളെ. വയാ ഖുറനാ ഉൽ ഫനാ, നാശത്തിന്റെ സുഹൃത്തുക്കളെ. വയാ അദീദൽ ആജാൽ, നാളുകൾ എണ്ണപ്പെട്ടവരെ. വയാ അബീദൽ ആമാൽ, മോഹങ്ങളുടെ ദാസന്മാരെ. അമാ തത്തഇലൂന ബിമസ്റഇൻ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സയ്യിദുൽ മുർസലീൻ. അതേ പ്രവാചകന്മാരുടെ നേതാവായ മുഹമ്മദ് നബിയുടെ മരണത്തിൽ നിങ്ങൾ പാഠം ഉൾക്കൊള്ളുന്നില്ലേ ജനങ്ങളെ? മുഹമ്മദ് നബിയുടെ മരണത്തിൽ നിങ്ങൾ പാഠം ഉൾക്കൊള്ളുന്നില്ലേ ജനങ്ങളെ? ആരാ ചോദിക്കുന്നത്? മിമ്പറിൽ നിന്ന് ഖതീബ് ഒച്ചത്തിൽ ചോദിക്കുകയാണ്. അല്ല ജനങ്ങളെ, നാശത്തിന്റെ പിൻഗാമികളെ, അവയുടെ ശിക്ഷമേ, അവയുടെ വാഗ്ദാക്കളെ, തന്നിഷ്ടത്തിന്റെ ആളുകളെ, നാശത്തിന് ഹേതുവാകാനുള്ളവരെ, പ്രവാചകന്റെ മരണം നിങ്ങൾക്കൊരു പാഠവും നൽകുന്നില്ലേ? ജനങ്ങളോട് ചോദിക്കുകയാണ്. വെള്ളിയാഴ്ച ചോദിക്കുക. റബീഉൽ അവ്വൽ മാസത്തില് മിമ്പറിൽ നിന്നിട്ട് ഒന്നാമത്തെ വെള്ളിയാഴ്ച ഉസ്താദ് ഖുത്ബ നിർവഹിച്ചു, മിമ്പറിൽ നിന്നിറങ്ങി. അപ്പോൾ ഉസ്താദ് വിഷമായി കാര്യം, പഠിച്ചവരെ ഇന്ന് നബിദിനത്തെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. റബീഉൽ അവ്വൽ മാസമായി കഴിഞ്ഞാൽ ആദ്യത്തെ വെള്ളിയാഴ്ചയായിട്ട് നബിദിനത്തെ കുറിച്ചൊന്നും പറഞ്ഞില്ല, മൗലിദിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല. ഓ റബീഉൽ അവ്വൽ 12 ആകണ്ടേ, അടുത്ത വെള്ളിയാഴ്ചയായിരിക്കും വിഷയം വരിക. അങ്ങനെ അടുത്ത വെള്ളിയാഴ്ചയായി ഉസ്താദ് മിമ്പറിലേക്ക് കയറി വീണ്ടും വിളിച്ചു, അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. എന്നിട്ട് ഓരോ മരണത്തെക്കുറിച്ചുള്ള കാര്യം വിശദീകരിച്ച് വന്നിട്ട് വീണ്ടും പറയുന്നു. എന്ത്? വലൗ റദഅൽ മൗത ശറഫുൻ നസീൽ ഔ ദഫഅൽ ഖദറ ഖദറുൻ ജലീൽ. മരണം തടുക്കാനുള്ള ജന്മനാലുള്ള മഹത്വം കൊണ്ട് സാധിക്കുമായിരുന്നെങ്കിൽ, മരണം തടുക്കാൻ ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള മഹത്വം കൊണ്ട് സാധിക്കുമായിരുന്നെങ്കിൽ, ഔ ദഫഅ ഖദറ ഖദറുൻ ജലീൽ, മഹത്തായ സ്ഥാനം കൊണ്ട് വിധിയെ തടുക്കുവാൻ ആർക്കെങ്കിലും സാധിക്കുമായിരുന്നെങ്കിൽ, ഔ മനാൽ ഹദറ വജ്ഹുൻ ജമീൽ, ആപത്ത് തടുക്കുവാൻ സുന്ദരമായൊരു മുഖം പ്രയോജനപ്പെടുമായിരുന്നെങ്കിൽ, ലകാന അവ്വല നാജിൽ കമാലി ഫദ്ലിഹിർ റസൂൽ. ഈ പറയപ്പെട്ട മുഴുവൻ വിശേഷണങ്ങളും ഒത്തിണങ്ങിയ മഹത്വ സമ്പൂർണനായ പ്രവാചകൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണത്തിൽ നിന്ന് രക്ഷപ്പെടുമായിരുന്നു. പ്രവാചകൻ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുമായിരുന്നു. തുടർന്നുകൊണ്ട് ഉടൻ തന്നെ പറയുന്നു. എന്താ പറയുന്നതെന്നറിയോ? രണ്ടാമത്തെ വെള്ളിയാഴ്ചയും ജനങ്ങളെ വിളിച്ചുകൊണ്ട് ഉസ്താദ് പറഞ്ഞു കൊടുക്കുന്നു. എന്താ പറയുന്നത്? വലഖദ് തഖ്ലാ ഫീ മിസ്ലി ശൈരിക്കും ഹാദാ അജലു. ജനങ്ങളെ, കഴിഞ്ഞ വെള്ളിയാഴ്ച പറഞ്ഞില്ലേ റസൂലുള്ളാഹി വഫാത്തായത് റബീഉൽ അവ്വൽ മാസത്തിലാണ് എന്ന്? എങ്കിൽ ഒരിക്കൽ കൂടി ഒന്ന് ഓർമ്മിപ്പിക്കട്ടെ. ഇതേപോലൊരു മാസത്തിലാണ് പൊന്നാര നബി വഫാത്തായത്. കണ്ടോ? ഇതേപോലൊരു മാസത്തിലാണ് മുഹമ്മദ് നബി വഫാത്തായത്. തീർന്നില്ല. വിധിക്കപ്പെട്ട മരണത്തിന്റെ പാശങ്ങൾ റസൂലുള്ളാഹിയെ വലയം ചെയ്തു പോയി. കണ്ടോ? മരണത്തിന്റെ പാശങ്ങൾ ആ റബീഉൽ അവ്വൽ മാസത്തിൽ റസൂലുള്ളാഹിയെ വലയം ചെയ്തു. അനർഘമായ ആത്മാവിനെ പിടിക്കാൻ അള്ളാഹുവിന്റെ ആത്മാക്കൾ വന്നുപോയി. മരണത്തിന്റെ പിടിയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മോചിപ്പിക്കാൻ സൃഷ്ടികൾക്കാർക്കും സാധിക്കാതെ വന്നു. ഹത്താ ഇദാ വസ്ബിഹൽ ഖുൽഖൂം. അവസാനം റസൂലുള്ളാഹിയുടെ ആത്മാവ് പ്രവാചകന്റെ തൊണ്ടക്കുഴിയിലെത്തിയപ്പോൾ ചക്രശ്വാസം വലിച്ചുകൊണ്ട് റസൂലുള്ള മരണത്തിന്റെ പിടിയിൽ അമർന്നപ്പോൾ പ്രവാചകൻ വലതുകാല് നീട്ടുകയും ഇടതുകാല് ചുരുട്ടുകയും ചെയ്തുകൊണ്ടേയിരുന്നു.